അല്ല ഒരു കഥ சொல்லிட்டா சார். വീണ്ടും ചരിത്രം കുറിച്ച് എമ്പുരാൻ റിലീസായി 48 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രം. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. തമ്പി മയിൽവാഹനം തലയില്ലടാ, തലയെടുക്കളവൻ. Sir, can you once check whether you are having right book in your hand? നീ സ്ഥിരമായിട്ട് ജിമ്മിലോട്ട് വേടാ. 2 ഡംബിൾ എടുത്താ തീരാന്ന വിഷമമുള്ളത്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. തലേ ദിവസം തന്നെ നമ്മൾ 50 കോടി നേട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറെ പ്രതീക്ഷിച്ച ഒരു ചിത്രം റിലീസായി ഇത്ര മണിക്കൂറിനകം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. രാഷ്ട്രീയപരമായി സിനിമയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വലിയ നേട്ടം. പൂജ, നമ്മുടെ നാട്ടിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർ അത് കാണണം. ഹേറ്റ് ക്യാമ്പയിൻ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാം. തീർച്ചയായിട്ടും എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്റെ ഈ പാവത്ത സ്വഭാവം ഒന്ന് മാറ്റണം. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. നീ തന്നെ പറയും, എത്രയെന്ന് കരുതിയ ആൾക്കാരെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്. തന്നെ എമ്പുരാൻ സമൂഹ മാധ്യമങ്ങളെ തന്നെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിന്റെ എല്ലാ സ്വഭാവം അറിഞ്ഞിട്ടും പിന്നെ നീ പറയണതൊക്കെ വിശ്വസിക്കണ ഈ നാട്ടുകാരെ പറയേണ്ടത്. പിടിച്ചേടാ. ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കും, സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒരു ഭാഗത്ത് പോയി തിയേറ്ററുകളിൽ പോയി കാണും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് എമ്പുരാന്റെ ഈ നേട്ടം. ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. ആദ്യത്തെ റെക്കോർഡ് 24 മണിക്കൂറിൽ 6.25 ലക്ഷം ടിക്കറ്റ് വിറ്റുപോയി ഇന്ത്യൻ സിനിമയിലെ വലിയ റെക്കോർഡ് സ്വന്തമാക്കുന്നു. ഇന്ന് വന്ന മറ്റൊരു റെക്കോർഡ്, ന്യൂസിലൻഡിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ ചിത്രവും എമ്പുരാനാണ്. സിനിമയുടെ ലോകത്ത് ആളുകൾ തിയേറ്ററുകളിലേക്ക് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി എമ്പുരാൻ മാറുന്നു. നമുക്ക് അപ്പുറത്ത് മാറി നിന്ന് കരയാം. 10-12 ഷോകൾ ഒരു ദിവസമുള്ള തിയേറ്ററിൽ എമ്പുരാൻ മൂലം 20-21 ഷോകളൊക്കെയാണ്. പക്ഷെ ആ അപ്പന് ജനിച്ചതിന്റെ ഗുണമൊട്ടും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രദർശനം തിയേറ്ററുകൾ അടച്ചിട്ടില്ല. 30-ാം തീയതി വരെ, അതായത് ഞായറാഴ്ച ഒരുപക്ഷെ തിങ്കളാഴ്ച ഉച്ചയോടെ വരെ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക് അവിടുത്തെ ജോലിക്കാർക്ക് പോലും കിട്ടുമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇനിയും റെക്കോർഡാണ് പ്രതീക്ഷിക്കുന്നത്. പടം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പിന്നെ ജനം അവനെ ഒന്നും ശ്രദ്ധിക്കില്ല.